ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതി മേ സദാ. തെക്കിൻ്റെ മൂകാംബിക എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ 1000 വർഷത്തിലേറെ പഴക്കമുള്ള പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവമാണ്. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും പൂർണ്ണഭാവത്തിലുള്ള സരസ്വതിയാണ് ഇവിടെയുള്ളത്. സൂര്യ തേജസ്സോടെ നിലകൊള്ളുന്ന പനച്ചിക്കാടപ്പനും അതേപോലെ സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും നശിച്ചാലും വിദ്യ തന്നെ മഹാധനം. ഏതൊരു മനുഷ്യനും വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഏതാണ് വിദ്യ? കോടാനുകോടി ജനങ്ങൾ കോടാനുകോടി വിദ്യകൾ കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ വിദ്യകളുടെ എല്ലാം അടിസ്ഥാനം വിദ്യാദേവതയായ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, അവിടെ കുടികൊള്ളുന്ന സരസ്വതി ദേവി തന്നെയാണ്. പനച്ചിക്കാട്ടെ നവരാത്രി മഹോത്സവത്തിനും വിദ്യാരംഭത്തിനും ഈ എളിയ ജ്യോതിഷനായ എൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ബഹുമാന്യനായ മാനേജർ നാരായണൻ നമ്പൂതിരിയാണ് ദിവ്യദർശനം പ്രോഗ്രാമിൽ എന്നോടൊപ്പമുള്ളത്. തിരുമനസ് നമസ്കാരം. നമസ്തേ. ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രത്തെക്കുറിച്ച്, പനച്ചിക്കാട് അമ്പലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്. പനച്ചിക്കാടിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഐതിഹ്യമാല നോക്കാതെ നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല. ഐതിഹ്യമാല പ്രകാരം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. അതിന് സമീപത്തായിട്ട് സരസ്വതി ഏകദേശം 6 ശതകം മുമ്പ് വന്ന് കുടിയിരുന്നു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയുടെ 101-ാമത്തെ ആർട്ടിക്കിളിൽ അത് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ കിഴുപ്പുറത്ത് ഇല്ലാത്തൊരു നമ്പൂതിരി, വന്ധ്യവയോധികനായിട്ടൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താന ദുഃഖത്താൽ
കാശിക്ക് പോകാനായിട്ടാണ്. പണ്ടൊക്കെ കാശിക്ക് പോകുക എന്നാണ് പറയുക, സന്യസിക്കാൻ പോകുന്നതിന് പകരം. കാശിക്ക് പോകുന്ന സമയത്ത് കുടജാദ്രിയിൽ ഭജനം ഇരിക്കാമെന്ന് വിചാരിച്ച് ഭജനം ഇരുന്നു. അങ്ങനെ ഭജന ഇരുന്ന സമയത്ത് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി, അങ്ങ് കാശിക്ക് പോകണ്ട, കുടുംബം നിലനിർത്താനായിട്ട് തൊട്ടടുത്തുള്ള ഇല്ലത്ത്, കരുനാട്ടില്ലത്ത് 2 ഉണ്ണികളുണ്ടാകും. അതിലൊരാളെ ദത്തെടുത്തിട്ട് അവിടുത്തെ ഔരസപുത്രനായിട്ട് വളർത്താൻ പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞയക്കുകയുണ്ടായി എന്ന് അങ്ങനെ പറയുന്നത്. അദ്ദേഹം സന്തോഷത്തായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. വരുന്ന വഴി കരുനാട്ടില്ലത്ത് കയറി ഈ വിഷയമൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 2 ഉണ്ണികളുണ്ടാകുകയാണെങ്കിൽ ഒരു ഉണ്ണിയെ തരാം എന്ന് സമ്മതിച്ചു. ആ സമ്മതം അനുസരിച്ച് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിന് തെക്ക് ഭാഗത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കുട അവിടെ വെച്ച് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കയറിയപ്പം കുട എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ എടുക്കാൻ സാധിക്കാത്തപ്പോൾ ഒരു ദിവ്യം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. സരസ്വതി മൂകാംബികയിൽ നിന്ന് ഇളകൊണ്ടിരിക്കുകയാണ്. സരസ്വതി ചൈതന്യം മാത്രമേ ഉള്ളൂ. അത് അങ്ങ് അവിടെ അങ്ങനെ കുടിയിരുത്തിയ സരസ്വതി ചൈതന്യമാണ് ഇപ്പോൾ പനിച്ചിക്കാട്ട് വിളയാടുന്നത്. ഈ തെക്കിൻ്റെ മൂകാംബിക എന്നറിയപ്പെടുന്നതും ഈ പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. തെക്ക് മൂകാംബിക എന്നൊക്കെ വെച്ചാൽ ഈ മൂകാംബികയിൽ ഭഗവതി വന്നതിനൊരു ചരിത്രം ഉണ്ട്. ആ ചരിത്രം ഞാനിപ്പോൾ ഏതായാലും പറയുന്നില്ല, അത് ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ മൂകാംബികയിൽ വന്ന ചൈതന്യമായതുകൊണ്ട് തെക്ക് ഭാഗത്തുള്ളവർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സരസ്വതി ചൈതന്യം എത്തി എന്നുള്ള സങ്കല്പത്തിലാണ് ദക്ഷിണ മൂകാംബിക എന്ന പേര് വന്നിട്ടുള്ളത്. ശരി. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും പൂർണ്ണ രൂപത്തിലുള്ള ഒരു സരസ്വതി പ്രതിഷ്ഠ തന്നെയാണ്. ഉപദേവത പോലുമല്ല, ഇത് സമാനമായിട്ട് പൂർണ്ണ രൂപത്തിലുള്ള സരസ്വതി വിഷ്ണുവിന് സമാനമായിട്ട് തന്നെ എല്ലാ പൂജകളും അവിടെ എല്ലാ ആരാധനകളും അവിടെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി. ഈ നവരാത്രി ആഘോഷം എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അല്ല കേരളീയൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പനച്ചിക്കാട് ഈ മൂകാംബികയിൽ നിന്ന് വന്ന ചൈതന്യമാണെങ്കിലും പനച്ചിക്കാട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂകാംബിക 3 തരത്തിലുള്ള പൂജയാണ്. മഹാലക്ഷ്മി, സരസ്വതി, ദുർഗ. സരസ്വതി ബ്രഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ ബാക്കിയുള്ള ദേവതമാർ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട്. പക്ഷേ പനച്ചിക്കാട്ടുള്ളത് സരസ്വതി ചൈതന്യം മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭം നടക്കുന്നത്. വിദ്യാരംഭത്തിനുള്ള പ്രത്യേകത വളരെ എല്ലാ വിദ്യകളും നമ്മുടെ അഭ്യസിക്കുമെങ്കിലും സരസ്വതിയുടെ ഗ്രന്ഥ പൂജയാണ് പ്രധാനം. ഗന്ധവും തൂലികകളും അതുപോലെയുള്ള വസ്തുക്കളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്, ആയുധ പൂജയല്ല. അതുകൊണ്ട് പനച്ചിക്കാട്ടെ സരസ്വതിക്ക് വിദ്യയായിട്ട് കൂടുതൽ ബന്ധമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മറ്റു ഉപദേവതകൾ എന്തൊക്കെ പ്രധാനമായിട്ടും അങ്ങനെയുണ്ടോ ഇവിടെ? സരസ്വതിക്ക് ഉപദേവത എന്നുള്ള സങ്കല്പത്തിൽ ഒരു യക്ഷി പ്രതിഷ്ഠയുണ്ട്. അതിപ്പോഴും യക്ഷിക്കാവായിട്ട് തന്നെയാണ് നിൽക്കുക. അതിന് മേൽക്കൂരകളൊന്നുമില്ല. പക്ഷേ മേൽക്കൂരയായിട്ട് ഒരു കാടിൻ്റെ പർണശാല പോലെയാണ് യക്ഷി അവിടെ വിലസിക്കുന്നത്. യക്ഷിയുടെ ആഗമനം എന്ന് പറയുന്നത് ഈ സരസ്വതി വിഗ്രഹം ഇതൊരു മലഞ്ചെരുവിലാണ് ഈ സരസ്വതി ക്ഷേത്രം, ഇപ്പോഴത്തെ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ആ മലയുടെ അപ്പുറത്ത് തിരുനത്തനോലി എന്ന് പറയുന്നൊരു ജലാശയം ഉണ്ടായിരുന്നു. അവിടെ ഒരു ജലാധിവാസം ചെയ്യപ്പെട്ട ഒരു ദുർഗാവിഗ്രഹമാണ് സരസ്വതി ചൈതന്യം ഇവിടെ നമ്മൾ ആവാഹിച്ച് വെച്ചിട്ടുള്ളത്. ഒരു വറ്റാത്ത നീരുറവ അതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ആ വിഗ്രഹത്തിന് സൂക്ഷിച്ചിരുന്നത് ഒരു തോഴിയായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഈ യക്ഷിയാണ്. ആ യക്ഷിയെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് സരസ്വതിയുടെ തോഴിയായിട്ട് തന്നെ ഇപ്പോൾ സരസ്വതി വിഗ്രഹത്തിന് നേരെ മുകളിൽ യക്ഷിക്കാവിൽ പർണശാലയിൽ ഇങ്ങനെ കുടികൊള്ളുന്നുണ്ട്. എല്ലാ ആൾക്കാരും സരസ്വതിക്ക് വഴിപാട് നടത്തുന്ന എല്ലാവരും വിദ്യാരംഭത്തിന് വരുന്നവരുമൊക്കെ യക്ഷിക്ക് വരപ്രസാദം എന്ന് പറഞ്ഞിട്ടൊരു നിവേദ്യമുണ്ട്. അത് നിവേദിച്ച് ആ വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യാറുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ആളുകൾ കൂടുതലായി ചെയ്യുന്നത് എന്തൊക്കെയാണ് തിരുമേനി സാർ? സരസ്വതിക്കും വിഷ്ണുവിനും പ്രധാനപ്പെട്ട ഒരുപാട് ത്രിമധുരം, മലർ നിവേദ്യം ത്രിമധുരം. ഇതുകൂടാതെ നെയ്പായസം, അരവണപ്പായസം, അതുപോലെ പാൽപ്പായസം ഒക്കെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സരസ്വതിയുടെ പ്രത്യേകതയായിട്ട് സാരസ്വത കൃതം വെച്ചാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും വിദ്യയ്ക്കും ബുദ്ധിക്കും വേണ്ടിയുള്ള ഒരു നെയ്യാണത്. ആയുർവേദ ഔഷധമാണ്. പക്ഷെ അത് സാരസ്വത മന്ത്രം എന്ന് പറയുന്നത് വേദമന്ത്രമാണ്, വേദത്തിലെ മന്ത്രമാണ്. ആ സാരസ്വത മന്ത്രം ജപിച്ച് സമ്പുഷ്ടമാക്കിയിട്ടുള്ള
ഒരു കൃതമാണത്. അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നവരാത്രി ആഘോഷമല്ലാതെ ക്ഷേത്രത്തിൽ മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്താണ്? ആഘോഷങ്ങൾ ഈ നവരാത്രി കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ കലശം വരുന്നുണ്ട്. ഈ പിന്നെ വൃശ്ചിക മാസത്തിൽ തിരുവോണത്തിനാണ് കലശം ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ ശിവരാത്രിയുടെ അന്ന് ഇതുണ്ട്, കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് വിദ്യാഗോപാല സമഷ്ടി യജ്ഞം. കുട്ടികൾ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവർക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒരുമിച്ച് ചെയ്യാവുന്ന അതൊരു പുറത്ത് ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ അതുകൂടാതെ മാസവിശേഷമായിട്ട് എല്ലാ മാസത്തിലും വെളുത്തപക്ഷ നവമിക്ക് സാരസ്വത ജപവും നവകവും പഞ്ചഗവ്യവും എല്ലാം ചെയ്യുന്നു. പിന്നെ ചിങ്ങമാസത്തിൽ വെളുത്തപക്ഷ നവമിക്ക് കളഭാഭിഷേകം. ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്നത് പനച്ചിക്കാട് വന്ന് പ്രോഗ്രാം നടത്തണം, അതേപോലെ തുടക്കം കുറിക്കുന്നതും ഇവിടെ ആവണമെന്നാണ് കരുതുന്നത്. അതൊരു അനുഗ്രഹമായി കാണുന്നു. തീർച്ചയായിട്ടും പനച്ചിക്കാട് ഇന്നും അരങ്ങേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ വർഷത്തെ നവരാത്രിയുടെ പ്രത്യേകത തന്നെ ഇതുപോലെയുള്ള കുട്ടികളുടെ അരങ്ങേറ്റത്തിനുള്ള അപേക്ഷകൾ ധാരാളം വരും. ഈ വർഷം നമ്മൾ 1 മാസമാണ് അതിന് സമയം കൊടുത്തത്. പക്ഷേ 15 ദിവസം കൊണ്ട് തന്നെ ഈ 11 ദിവസത്തെ, ഈ വർഷം നവരാത്രി 11 ദിവസമുണ്ട്. ആ 11 ദിവസത്തെ പരിപാടി ഫില്ലായതുകൊണ്ട് നമ്മൾ പുറകോട്ടൊരു 4 ദിവസം കൂടെ എടുത്ത് ഈ അപേക്ഷകരെ മുഴുവൻ ഉൾക്കൊള്ളിച്ച് ചെയ്യാനുള്ള, എന്നിട്ടും അതിന് ശേഷം വന്ന അപേക്ഷകൾ നമുക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം ഈ വിദ്യ കല എന്നുള്ളതിനോട് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് ഭക്തജനങ്ങൾ ധാരാളം ഉപാസകരെത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവൻ്റെ കുഞ്ഞിന് വിദ്യാരംഭം കുറിക്കുന്നത് പനച്ചിക്കാടാണ്. അതൊരു ഐശ്വര്യമായി, അത് നല്ലൊരു തുടക്കമായി കാണാൻ സാധിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും പനച്ചിക്കാടമ്മയുടെ അനുഗ്രഹമാണ് ഇവിടെ എല്ലാം വിളങ്ങി നിൽക്കുന്നതല്ലേ. അപ്പോൾ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ചടങ്ങുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്? നവരാത്രിക്ക് എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെയുള്ള എല്ലാ ചടങ്ങുകളും, സാരസ്വത സൂക്താർച്ചന, പുരുഷ സൂക്താർച്ചന, ചക്രാബ്ജ പൂജ, പിന്നെ മുറജപം, അതുപോലെ ദിവസവും സാരസ്വത സൂക്താർച്ചനയ്ക്ക് വേദജ്ഞന്മാരെ എത്തുന്നുണ്ട്. അതുകൂടാതെയുള്ള നവകം പഞ്ച, അതൊക്കെ നിത്യേനയുള്ള ഒരു സംഗതിയാണ്, അതൊക്കെ നടക്കുന്നുണ്ട്. അതുകൂടാതെ പുഷ്പാഭിഷേകം, പുഷ്പാലങ്കാരം, അങ്ങനെ പല പരിപാടികളും ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന തങ്ങൾക്ക് പ്രത്യേക നന്ദി. സൂര്യ തേജസ്സോടെ നിലകൊള്ളുന്ന സരസ്വതി ദേവിയുടെയും വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇവിടെ പ്രേക്ഷകർക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രമേഷ്. ഞാൻ ഇന്ത്യൻ സെൻട്രിഫ്യൂജ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ റീലീഫ് എന്ന ബ്രാൻഡിൻ്റെ ജനറൽ മാനേജറാണ്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസ അറിയിക്കുന്നു. താങ്ക് യു. Shri
പനച്ചിക്കാട് ഭഗവതിയുടെ ക്ഷേത്രമാണ്. വളരെയധികം കാര്യസിദ്ധിയുള്ള ഒരു ഭഗവതിയാണ്. പൊതുവെ ഞങ്ങളെല്ലാം ദേവിയുടെ ഭക്തരാണ്. എല്ലാ കുടുംബത്തിനും നല്ല ഐശ്വര്യം കിട്ടും ഭഗവതിയുടെ ഈ അനുഗ്രഹം. പനച്ചിക്കാട് ഭഗവതി നല്ലൊരു കാര്യസിദ്ധിയുള്ള ഭഗവതിയാണ്. ധാരാളം പേർക്ക് അറിയാം. വലിയ ലോകപ്രസിദ്ധിയുള്ള ഒരു അമ്പലമാണ്. എൻ്റെ പേര് അജിംസ്. ഞാൻ കോട്ടയം പള്ളത്തുള്ള പാരഗൺവുഡിൻ്റെ MD ആണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് എൻ്റെയും പാരഗൺവുഡ് എന്ന സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. നമസ്കാരം, ഞാൻ ശ്രുതി. ഞങ്ങൾ കവിയൂരിൽ നിന്നായിരുന്നു വരുന്നത്. നമ്മളെ എല്ലാ വർഷവും ഇവിടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലുപരി ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രൂപ്പ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ കിട്ടിയതും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയതും എല്ലാം നമ്മളൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഒരു കൂട്ടം കലാകാരികളാണ് എന്നോടൊപ്പം ഉള്ളത്. പനച്ചിക്കാട് ദേവിയുടെ അനുഗ്രഹത്താൽ അവർക്ക് ആ വേദി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ ഏത് ഡാൻസ് സ്കൂളാണെന്നാണ് പറഞ്ഞത്? ഞങ്ങൾ ശ്രുതിലയ നൃത്ത വിദ്യാലയമാണ്. കവിയൂരിൽ നിന്നാണ് എത്തുന്നത്. കവിയൂർ ഞങ്ങൾക്ക് 4 ബ്രാഞ്ചുണ്ട്. അതിലിപ്പോൾ 2 ബ്രാഞ്ചിലെ കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കവിയൂര്, ആഞ്ഞിലത്താനം. നമ്മുടെ പേരെന്താണ്? സാധിക. ശരിക്കും ഒരു പുണ്യമായ ഒരു വേദിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടിയതിൽ എന്ത് തോന്നുന്നു? ഈ ഒരു നേരത്തെ തന്നെ ഈ പനച്ചിക്കാട് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം വരുന്നുണ്ട്. മോളെ എന്താണ് പേര്? വിജയശ്രീ. എന്ത് തോന്നുന്നു ഇവിടെ പനച്ചിക്കാട്? എനിക്ക് പനച്ചിക്കാട് ഇവിടെ കളിക്കാനുള്ള വേദി അന്ന് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ശരി, വലിയ വലിയ കലാകാരികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എന്താണ് നമുക്ക് പറയാനുള്ളത്? എനിക്ക് ഇന്ന് തന്നെ ഈ നൃത്തവേദിയിൽ അവതരിപ്പിക്കാൻ, ഡാൻസ് അവതരിപ്പിക്കാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അവള് വാക്കുകൾ പോലും കിട്ടുന്നില്ല, അത്രയ്ക്ക് സന്തോഷവതിയാണ് അവള്. മികച്ച നർത്തകിയാ തീരട്ടെ കേട്ടോ. എന്താണ് നമ്മുടെ പേര്? ജാൻകി. ഇവിടെ ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ എന്ത് തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്താണ് നമ്മുടെ പേര്? എനിക്ക് ഇവിടെ ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത് എന്റെ സന്തോഷമാണ്. ആണല്ലേ? അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ. അതാ ഇവിടെ ഉണ്ട് കൊച്ചു കലാകാരികൾ, ഇനിയുടെ കലാകാരന്മാരും ഒക്കെ ഉണ്ട്. നമ്മുടെ പേരെന്താണ്? സ്വാസ്തിക. ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ എന്ത് തോന്നുന്നു മോളെ? ഈ വേദിയിൽ പ്രോഗ്രാം ചെയ്തതിന് വളരെ അധികം സന്തോഷം തോന്നുന്നു. സന്തോഷമുണ്ട്. എന്താണ് പേര്? വൈഗ മനീഷ്. എനിക്കിവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. ഇവിടെ കളിക്കാൻ പറ്റിയ വലിയൊരു അനുഗ്രഹമാണ്. എന്താണ് പേര്? അനിൽകുമാർ. ഇങ്ങനെ വേദി കിട്ടി എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. അപ്പം മികച്ച കലാകാരികളും കലാകാരന്മാരുമായി തീരുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും പനച്ചിക്കാടപ്പനും സരസ്വതി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ടീച്ചറിനും എല്ലാവിധ നന്ദി നേരുന്നു.
എൻ്റെ പേര് ഷോൺ തോമസ് ജോർജ് എന്നാണ്. ഞങ്ങൾ TJP മാത്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ MD ആണ്. കോട്ടയത്ത് കടുവക്കുളം എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്ഥിതി ചെയ്തത്. പനച്ചിക്കാട് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഞങ്ങളുടെ ഈ കമ്പനിയുടെ മുഴുവനും എല്ലാ ആശംസകളും നേരുന്നു.
നമസ്കാരം, എൻ്റെ പേര് റൂബി ജോസഫ്. ഞാനിവിടെ കോട്ടയം മണിപ്പുഴയിലുള്ള RJ ഗാർഡൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങളുടെ വളരെ അടുത്തുള്ള പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ ഈ നവരാത്രി മഹോത്സവത്തിന് ഞങ്ങളുടെ സ്ഥാപനമായ RJ ഗാർഡൻസിൻ്റെയും ഞങ്ങളുടെ RJ ഫാമിലിയുടെയും എൻ്റെയും വ്യക്തിപരമായ പേരിലുള്ള എല്ലാവിധ മംഗളാശംസകളും നേരുന്നു.
ഇവർക്കെല്ലാത്തിനുമേ ഇവരുടെ സ്വന്തം സന്താനത്തിനുമേ ഭൂമിക്കും വൃക്ഷാദികൾക്കുമേ ആളിലും അത്തമതിക്കുമേ ഗൃഹത്തിനുമേ സർപ്പങ്ങളുടെ ദോഷങ്ങളൊഴിയേ കാവിലും കുളത്തിലും ഉള്ളിയ വൃക്ഷത്തിന്മേൽ വസിക്കുന്ന സർപ്പദൈവങ്ങളും കേട്ട് സാധിക്കേ നാഗരാജാവ് നാട്യക്ഷമങ്ങളുടെ പാടിക്കുന്നു സന്തതി സന്താനം പാടിക്കുന്നു. എൻ്റെ പേര് പ്രിൻസ് മാത്യു. ഞാൻ അലൈഡ് റബ്ബർ ടെക് ഇൻഡസ്ട്രീസിൻ്റെ MD ആണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. ഞങ്ങൾ ശ്രുതിലയ നൃത്ത വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ കളിക്കാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട്. നമ്മൾ പല വർഷമായിട്ടാണ് ഒത്തിരി വർഷമായിട്ട് നമ്മളിവിടെ കളിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, ഞങ്ങൾ ശ്രുതിലയ നൃത്ത വിദ്യാലയത്തിലാണ് വരുന്നത്. ഇവിടെ ഈ വിജയദശമിക്ക് ഇവിടുന്ന് കളിക്കാൻ പറ്റി ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവരുടെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് വരുന്നത്, ശ്രുതിലയ എന്ന് വരുന്നത്. ഇവിടെ കളിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ ശ്രുതിലയ നൃത്ത വിദ്യാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഇത്രയും വർഷം പഠിച്ചതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ദിവസം തന്നെ എനിക്ക് കളിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത്ര അനുഗ്രഹം ദേവി തന്നെ ഞങ്ങൾക്ക് തന്നതിൽ ഒരുപാട് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ട്.
നമസ്കാരം. ഞാൻ ജ്യോതിഷഭൂഷൺ ബിനു കോയിക്കൽ, കൊല്ലാട് ശിവശക്തി ജ്യോതിഷാലയം നടത്തുന്നു. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൻ്റെ നവരാത്രി മഹോത്സവത്തിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ കെ പി ബാബു, BS റബേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ്. പൂവന്തുരുത്തിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു. പനച്ചിക്കാട് നവരാത്രി മഹോത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലെ സർപ്പംപാട്ട് കലാകാരനായ മുരളീധരൻ പറയുന്നത്. ഞാൻ ഒന്നുമില്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞ് അക്ഷരദേവതയായ സരസ്വതി അമ്മയുടെ തിരുനടയിൽ സർപ്പം പാട്ട് പാടി ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അമ്മ കടാക്ഷത്താൽ എനിക്കൊരു ലോട്ടറി അടിച്ച് എനിക്കൊരു വീടും സ്ഥലവും പണിയാനുള്ള ധനവും സരസ്വതി അമ്മ കടാക്ഷിച്ചു. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും വിദ്യാരംഭവും നടത്തി സർപ്പാരാധനയും നടത്തി ഭക്തജനങ്ങൾ സന്തോഷമായിട്ട് വരദേവതയായ സരസ്വതി അമ്മയെ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. അക്ഷരദേവതയുടെ സന്നിധിയിൽ അറിവ് തേടി എത്തുന്നവരുടെ സരസ്വതി ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി എല്ലാവരും എത്തുന്ന ഒരു സന്നിധിയാണിത്. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് എൻ്റെ ചെറുമകളെ ഞാനിവിടെയാണ് എഴുത്തിനെത്തിയത് കഴിഞ്ഞ വർഷം. ഈ വർഷം അവളുടെ ദൂരസ്ഥലത്തായതുകൊണ്ട് എത്താൻ പറ്റിയില്ല. അവൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സകല ലോകത്തിനും അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കാൻ വേണ്ടി അമ്മ ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരദേവതയെ സ്തുതിച്ചുകൊണ്ട് ഈ വിജയദശമി ദിനത്തിൽ ഇവിടെ എത്താനായതിൽ വളരെ ഭാഗ്യം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. സന്തോഷം. ഒരു വീടിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ്. വാസ്തുപരമായ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളും മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്യുന്ന മറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകളും ഒക്കെ ചെയ്യുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് കൈപ്പുഴയിലുള്ള ആർക്ക് ഡെക്ക്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് കൈപ്പുഴയിലുള്ള ആർക്ക് ഡെക്കിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് റൂബി ജോസഫ്. കോട്ടയം മണിപ്പുഴയിലുള്ള RJ ഗാർഡൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിന് സമീപത്തുള്ള പനച്ചിക്കാട് മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ള ഈ പ്രോഗ്രാമിലേക്ക് ആശംസ പറയാൻ എനിക്ക് അവസരം തന്ന ഈ ടീം അംഗങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആദ്യമേ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെ സൗദി അറേബ്യയിലൊരു വിദ്യാഭ്യാസ മേഖലയിൽ ടീച്ചറായി ജോലി ചെയ്ത എനിക്ക് ആ ടീച്ചറായിരുന്നു എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് ഇന്ന് ഒരു ഫുൾ ടൈം കർഷകയായിട്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഞാൻ വിദ്യാരംഭം കുറിച്ചിട്ടുള്ള കുട്ടികളെ പറ്റി ഓർക്കുവാനും ഒക്കെയുള്ള അവസരം എനിക്ക് ലഭിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഈ ക്ഷേത്ര മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും എൻ്റെ പേരിലും RJ ഗാർഡൻസിൻ്റെ പേരിലും അതുപോലെ നന്മയുള്ള മണ്ണ്
വരും തലമുറയ്ക്ക് കൊടുക്കുവാനായിട്ട് SPC എന്ന ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ SPC കോട്ടയം ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിയുടെ പേരിലും ഉള്ള എല്ലാവിധ ആശംസകളും നേരുകയും അതോടൊപ്പം അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യ ആരംഭിക്കുക അല്ലെങ്കിൽ അവരെ എഴുത്തിനിരുത്തുകയും ചെയ്യാൻ എനിക്ക് അവസരം തന്ന ആ മാതാപിതാക്കളോടുള്ള നന്ദി പറയുന്നു. ഈ സമയം ഞാൻ ആ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ബഹുമാന്യരായ നാട്ടുകാർ, ഭക്തജനങ്ങളെ, എൻ്റെ പേര് മൂലാടൻ രംഗനാഥ്, രംഗഞ്ചേട്ടൻ എന്നറിയപ്പെടും. എൻ്റെ സ്ഥാപനം കോട്ടയം വ്യാസഭാരത് മൂലാടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ പനിച്ചിക്കാട് ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും അമ്പലത്തിൻ്റെ ഈ ആഘോഷ പരിപാടിക്കും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ഈ ദേവിയുടെ ജന്മം കൊണ്ട് തന്നെ ഈ പ്രദേശമാകെ പുണ്യം നിന്ന് വന്ന ഭൂമിയാണെന്ന് കരുതപ്പെടുന്നു. ഏതായിരുന്നാലും ഭക്തജന സഹസ്രങ്ങൾ തേടിയെത്തുന്ന ഈ ക്ഷേത്രത്തിൽ പ്രധാനമായ ചടങ്ങ് നടക്കുന്നത് കുട്ടികളുടെ വിദ്യാരംഭമാണ്. ഇന്ന് പ്രഭാതം മുതൽ ഇന്ന് പ്രദോഷം വരെ നടന്നുകൊണ്ടിരിക്കുന്ന അനുസൃതമായ ഈ പ്രക്രിയ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ആകെ വലിയ ആവേശകരമായ അനുഭവം ഉണ്ടാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ആബാലവൃദ്ധ ജനങ്ങളും ഈ പ്രദേശത്ത് തിങ്ങിക്കൂടുന്നു. ഈ പ്രദേശത്തിൻ്റെ വലിയ മാഹാത്മ്യം വിളിച്ചോതുന്ന രീതിയിലുള്ള കലാ സൃഷ്ടികളും അതുപോലെ തന്നെ വിദ്യാരംഭം ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികളും ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യം ഒന്നിനൊന്ന് മേൽക്കുമേൽ ഉത്തരോത്തരം വർദ്ധിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പ്രദേശത്തിൻ്റെ ഭാഗ്യദേവതയായ പനച്ചിക്കാട്ട് ഭഗവതി ക്ഷേത്രം, സരസ്വതി ക്ഷേത്രം എന്തുകൊണ്ടും ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യമാകെ ആവാഹിച്ചെടുക്കുന്ന വലിയ മഹാശക്തിയാണ് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭാവി തലമുറയ്ക്ക് കൂടി വലിയ ചാലകശക്തിയായി മാറുന്ന വലിയ ഭക്തിയുടെ നിറമാർന്ന ഒരു സ്വരൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ പ്രദേശത്തിൻ്റെ ആകെ ഐശ്വര്യത്തിന് മാറ്റുകൂട്ടുന്ന ഈ പ്രദേശത്തിൻ്റെ ആകെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മാറ്റുകൂട്ടുന്ന ഒരു ദേവിയായി ഈ ദേവിയുടെ
മഹാത്മ്യം എന്നൊന്നും മാണരുളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് രാരിച്ചൻ, സൂപ്പർ ടച്ച് പെയിൻസിൻ്റെ ഓണറാണ്. ഞങ്ങളുടെ സ്ഥാപനം ദിവാൻ കവലയിലുള്ള മൂലവട്ടത്താണ്. എല്ലാവിധ പെയിൻറ്റ് ഉൽപ്പന്നങ്ങളും ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത് വളരെ മിതമായ റേറ്റിൽ ഞങ്ങൾ ഈ കടയിൽ സപ്ലൈ ചെയ്യുന്നു. ഞങ്ങളുടെ പ്രോഡക്ട്സിൻ്റെ പേര് സൂപ്പർ കോട്ട് പെയിൻറ്റ്സ് എന്നാണ്. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഞങ്ങളുടെ ഷോപ്പിൻ്റെ എല്ലാവിധ ആശംസകളും. പവിത്രമായ ഈ വേദിയിൽ നിരവധി കുരുന്നുകളാണ് അവരുടെ ഡാൻസിൻ്റെ ആദ്യാക്ഷരം കുറിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരുപാട് പേരുണ്ട്. വിദ്യാരംഭത്തിന് ഇന്ന് എത്തിയിരിക്കുന്ന അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് നമ്മുടെ പേര്? ബിയൂല. എന്താണ് ഇവിടെ അവതരിപ്പിക്കുന്നത്? ഇവിടെ ഭരതനാട്യം. ഭരതനാട്യം എത്ര വർഷമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്? ഇപ്പോൾ ഞാനിപ്പോൾ 2 വർഷമായി. 2 വർഷമായി ഇവിടെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശരി ആയിക്കോട്ടെ. അപ്പോൾ പനച്ചിക്കാട് ഈ വേദിയിൽ ഇന്ന് ഈ വിദ്യാരംഭത്തിൻ്റെ ദിനം അവതരിപ്പിക്കാൻ എന്താണ് നമുക്ക് തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. ഞാനൊരു വേദിയിൽ ആദ്യമായിട്ട് വിദ്യാരംഭത്തിന് ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ മികച്ച ഒരു കലാകാരിയായി, ശോഭനാമ്മയെ പോലെ മികച്ചൊരു കലാകാരിയായി തീരുമാനം. എല്ലാവിധ ആശംസകളും. എന്തൊക്കെയാണ് പറയാനുള്ളത്? സംസാരിക്കുമോ? നാണം വരുന്നോ? കലാകാർക്ക് നാണം വരരുത് കേട്ടോ. ഇല്ല. അപ്പോൾ എന്താണ് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട് ഇവിടെ കളിക്കാനായിട്ട്. പിന്നെ ഇവിടെ 2 വർഷമായിട്ട് കളിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു പരിചയവും. പരിചയമുള്ള ആളാണ്. ശരി, എന്താണ്? നാണം വരുന്നു. പനച്ചിക്കാട് ദേവിയുടെ മുന്നിൽ കളിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. അത് 2 വർഷം നടന്നു. ശരി, അത് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം കാണാൻ പറ്റിയത്. എന്താണ് നമുക്ക് പറയാനുള്ളത്? സന്തോഷം. ഇവിടെ ദേവിയുടെ മുമ്പിൽ കളിക്കാൻ നല്ല സന്തോഷമായിട്ടുണ്ട്. എല്ലാവരും സന്തോഷമാണ്. പറഞ്ഞാട്ടെ, എന്താണ്? നല്ല സന്തോഷമുണ്ട്. അതും വിദ്യാരംഭത്തിന്റെ അന്ന് ഇവിടെ കളിക്കാൻ പറ്റുന്നത്. ഇത്ര സീരിയസ് ഒന്നും വേണ്ട, വളരെ കൂളായിട്ട് പറ. 2 വർഷമായി. 2 വർഷമായി ചെയ്യുന്നു. ഇവിടെ പനച്ചിക്കാട് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അല്ല, കഴിഞ്ഞ വർഷവും ഈ വർഷവും. ശരി, ഇവിടെ എന്താണ് പറയാനുള്ളത്? നല്ല സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ദിവസം തന്നെ ഇവിടെ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിപ്പോൾ 2ാമത്തെ വട്ടം ഞാനിവിടെ ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ദേവിയുടെ മുന്നിൽ ഈ ഒരു രംഗം ആരംഭിക്കാൻ പറ്റിയതിന്. ഞാൻ കഴിഞ്ഞ വട്ടം ഇവിടെ കളിച്ചതാണ്. ഇപ്പം 2ാമത്തെ വട്ടമാണ് ഇവിടെ കളിക്കാൻ. അപ്പോൾ സരസ്വതി വീണയിൽ ഉതിർന്ന സപ്തസ്വരങ്ങളും കഥകളിയും നൃത്തങ്ങളും അതേപോലെ തന്നെ വിദ്യാരംഭവും ഒക്കെയായി ഇവിടെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ 15 ദിനരാത്രങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് ടിവിയുടെ ഇന്റർമീഡിയ ടീം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ എത്തിച്ചത്. എന്തായാലും വീണ്ടും മറ്റൊരു ദിവ്യദർശനം പ്രോഗ്രാമിലൂടെ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് എൻറ്റയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട കലാകാരികൾക്കും പ്രിയപ്പെട്ട ടീച്ചറിനുമൊപ്പം ഷിയാദ് ചങ്ങനാശ്ശേരി.